സംസ്ഥാനത്ത് ഇപ്പോൾ അതികഠിനമായിട്ടുള്ള ചൂടാണ്. ഈ ചൂട് സഹിക്കാനാകാതെ തെരുവുനായ അഭയം തേടിയത് ഒരു ATM കൗണ്ടറിനുള്ളിലാണ്. തിരുവനന്തപുരം പ്ലാവൂരിലെ ATM കൗണ്ടറിനുള്ളിലാണ് ഈ ഒരു കാഴ്ച. നമുക്കൊക്കെ സാധാരണ ചൂട് വന്നാൽ നമ്മളും അതെ ഒന്ന് കുറച്ച് നേരത്തേക്ക് ATM പോയി നിൽക്കാമെന്ന് കരുതിയിട്ട് വേഗം പൈസ എടുക്കാൻ വേണ്ടി ATM ഓടാറുണ്ട്. അപ്പോൾ ആ കാഴ്ചയൊക്കെ കണ്ടിട്ടായിരിക്കും ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ട് വേഗം ATM പോയിരുന്ന് അവർ ചൂടൊന്ന് തണുപ്പിക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത്. കടുത്ത വേനൽ മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്ക് കൂടി വലിയ വെല്ലുവിളിയായി മാറുന്നുണ്ട്. മീനച്ചൂട്, ടാറിട്ട റോഡുകൾ തിളയ്ക്കുന്നു. വേനൽ ചൂട് നായ്ക്കളെയും തളർത്തുകയാണ്. കാട്ടാക്കട പ്ലാവൂരിൽ ചൂട് സഹിക്കാനാകാതെ ഒരു തെരുവ് നായ. സമീപ പ്രദേശത്തെ ATMന്റെ വാതിൽ തുറന്ന നിലയിലായിരുന്നു. അകത്ത് തണുത്ത വായു. പിന്നെ ഒരു നിമിഷം പോലും ചിന്തിച്ചില്ല. നായ അകത്ത് കയറി ATM കൗണ്ടറിന്റെ നിലത്ത് വിശ്രമിച്ചു. കനത്ത ചൂടിൽ നിന്ന് കിട്ടിയ ചെറിയൊരാശ്വാസം, അല്ല വലിയൊരാശ്വാസം. ATMലേക്ക് വരുന്ന ആളുകൾക്ക് ആദ്യം പേടി തോന്നി. പക്ഷെ പിന്നെ കാര്യം മനസ്സിലായി. ചൂടിൽ തളർന്ന ജീവനോട് കരുണ. ഈ ചൂടെന്ന് പറയുന്നത് മനുഷ്യർക്കേ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ അതുങ്ങളുടെ കാര്യം പറയാനുണ്ടോ? ഒരു കൊച്ചുകുട്ടി വന്നാലും അവൾ ഒരു ഉപദ്രവവും ഇല്ല, ഒന്നുമില്ല, ഉടനെ മാറിക്കൊടുക്കും. അത് ഇങ്ങനെ ഈ സമയമൊക്കെ ആകുമ്പോൾ അതിനകത്ത് കയറി കിടക്കും. രാത്രി കാലങ്ങളിലും അവിടെ കയറി കിടക്കും. മറ്റ് ആരെങ്കിലും ATMൽ കാശ് എടുക്കാൻ പോവുകയാണെങ്കിൽ അപ്പോൾ ഇറങ്ങി പുറത്തങ്ങ് പോകും. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണമെങ്കിൽ കഴിക്കും. മറ്റൊരു ശല്യവും ഇല്ലാതെ ജീവിച്ചു പോകുന്ന ഒരു മൃഗമാണത്. വേനൽ കടുക്കുമ്പോൾ മനുഷ്യർ തണുപ്പ് തേടുന്നു. അതുപോലെ തന്നെ തെരുവ് മൃഗങ്ങൾ. നമ്മുടെ നഗരങ്ങളിൽ തെരുവ് മൃഗങ്ങൾ നേരിടുന്ന യാഥാർത്ഥ്യത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദൃശ്യങ്ങൾ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ചൂടിങ്ങനെ വല്ലാതെ കൂടി വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് മുൻപിൽ ഒരുപാട് വഴികളുണ്ട്. നമ്മളൊരു പക്ഷേ വീട്ടിൽ തന്നെ AC വെച്ച് കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ അങ്ങനെ റെസ്റ്റ് എടുക്കും, അല്ലെങ്കിൽ ധാരാളം വെള്ളം കുടിക്കും, പഴങ്ങൾ കഴിക്കും, അങ്ങനെ പോകും. പക്ഷേ ഈ മൃഗങ്ങളുടെ കാര്യമാണ് കഷ്ടം. പ്രത്യേകിച്ച് ഈ തെരുവിൽ കഴിയുന്ന മൃഗങ്ങളുടെ കാര്യം. അവറ്റയ്ക്ക് വെള്ളം കിട്ടുന്ന കാര്യമൊക്കെ എങ്ങനെയാണ് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? പലപ്പോഴും ഹോട്ടലുകളുടെ അടുത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ആട്ടി ഓടിക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. നമ്മളും അവരെ ഒന്ന് പരിഗണിച്ചാൽ മതി. മൃഗങ്ങളാണ്, അതും ഒരു ജീവൻ തന്നെയാണ്. പുറത്ത് കുറച്ച് വെള്ളം വയ്ക്കുകയൊക്കെ ചെയ്താൽ ഈ ഒരു കഠിനമായ ചൂടിൽ അവർക്കും അത് വലിയ ആശ്വാസമാകും. TS ഹരികൃഷ്ണ ചേരുന്നുണ്ട് തത്സമയം. ഹരി, നമ്മൾ നിരന്തരം ഈ തെരുവുനായ ആക്രമണങ്ങളുടെ വാർത്ത ഇങ്ങനെ പങ്കുവെക്കാറുണ്ട്. എനിക്കിത് കണ്ടപ്പോൾ ആദ്യം അതാണ് ഓർമ്മ വന്നത്. പലരും ഈ നായ്ക്കൾ അടുത്തേക്ക് വരുമ്പോൾ പേടിച്ച് ശരിക്കും ആട്ടി ഓടിക്കുകയായിരിക്കും ചെയ്യുക. പക്ഷേ എല്ലാ നായ്ക്കളും അത്ര പ്രശ്നക്കാരല്ല. അപ്പോൾ മനുഷ്യരെ തന്നെ നല്ലവരും മോശക്കാരും ഉണ്ട്. അതുപോലെ തന്നെയാണ് നായ്ക്കളുടെ കാര്യം എടുത്താലും. നല്ല നായ്ക്കളും അങ്ങനെ ഉപദ്രവകാരികളല്ലാത്ത നായ്ക്കളും ഉണ്ട്. ചിലത് ആക്രമണ സ്വഭാവമുള്ളവയുമുണ്ട്. പക്ഷെ ഇത് കെടുക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും പാവം തോന്നി ആ ATMനുള്ള കുറച്ച് തണുപ്പിന് വേണ്ടി. അതെ, ഈ തെരുവുനായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഒരുപാട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ തന്നെ എത്രത്തോളം വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ എല്ലാ തെരുവു നായ്ക്കളും അപകടകാരികളല്ല എന്നുള്ള ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. ഇതിപ്പോൾ ഒരു സാഹചര്യമാണ്. അതായത് ഇപ്പം ചൂടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പുറത്തിറങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ 11 മണി മുതൽ 3 മണി വരെ പുറത്തിറങ്ങുന്നത് കഴിവതും ഒഴിവാക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യരത് പാലിക്കുന്നുണ്ട് പരമാവധി. എന്നാൽ ജോലിയുടെ ഭാഗത്ത് പലർക്കും ചിലപ്പോൾ പുറത്തിറങ്ങേണ്ടി വരുന്നുണ്ട്. ഇപ്പം നമ്മൾ തന്നെ ചില സാഹചര്യങ്ങളിൽ ഇലക്ഷനാണ്, നല്ല ഓട്ടമുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ സമയം ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് പുറത്തിറങ്ങേണ്ടി വരും. പക്ഷെ നമ്മൾ കഴിവതും വെയിലൊന്നും ഒഴിവായി നിൽക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ചില സിറ്റുവേഷൻസിൽ അത് പറ്റിയെന്ന് വരില്ല. അത് നമ്മുടെ കാര്യം. അപ്പോൾ ഈ മാർഗനിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കഴിവതും ഫോളോ ചെയ്ത് പോകും. പക്ഷേ ഈ തെരുവ് നായ്ക്കളായാലും തെരുവ് മൃഗങ്ങളായാലും അവർ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെ ഉള്ള ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ദൃശ്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ATMനുള്ളിൽ സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മളും ചിലപ്പോൾ ഇങ്ങനെ കയറി ഇപ്പോൾ ATMൽ കയറി പൈസ എടുക്കാൻ നിന്നാലും ഈ ചൂട് സമയത്ത് പൈസ എടുത്തിട്ട് ചിലപ്പം വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് കൂടുതൽ അവിടെ നിൽക്കും. കാരണം ഈ ചൂടായതുകൊണ്ട്. ഇപ്പോൾ ഒരു തണൽ എവിടെ കിട്ടുന്നോ അവിടെ കയറി നിൽക്കാനായിരിക്കും നമ്മൾ നോക്കുക. നമ്മൾ ഓരോരുത്തരും ഈ ചൂട് സമയത്ത് നോക്കുക. ആ തെരുവ് നായിയും അതാണ് ചെയ്തത്. ആ ചൂട് സഹിക്കാൻ വയ്യ. പ്രത്യേകിച്ച് ഈ ടാറൊക്കെ നല്ല തിളച്ച് കിടക്കായിരിക്കും ചൂടായതുകൊണ്ട്. അപ്പൊ അങ്ങനെ റോഡിലൂടെ നടന്നു, അത്ര ചൂടാണ്. അപ്പൊ അതും ഒരു ആശ്വാസം തേടി പോയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കാര്യം നമ്മൾ നോക്കുന്നതിനോടൊപ്പം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തെരുവ് നായ്ക്കൾക്കാണെങ്കിലും ആരും നോക്കാനില്ലാത്ത പൂച്ചകൾക്കാണെങ്കിലും ഒക്കെ അത് കുറച്ച് ആശ്വാസമാണ്.